ഹലോ എവ്രി വൺ. ഏർണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെയും അതുപോലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെയും നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിരിക്കും. അപ്പൊ എല്ലാവരും അറിഞ്ഞ പഠനവും ആരംഭിച്ചിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മുന്നേ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് നോക്കി തുടങ്ങാം. നമുക്കറിയാം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും ഏറ്റവും പ്രധാനമായ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ കണ്ടന്റ് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ സിലബസ് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ മുന്നേ PSC ചോദിച്ച ചോദ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്രത്തോളം പഠിക്കണമെന്നും എന്ത് പഠിക്കണമെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് മുന്നേ ഉള്ള ചോദ്യ പേപ്പറുകളിൽ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ ഓരോ ഓപ്ഷനും പഠിച്ചു തന്നെ നമുക്ക് പഠനം ആരംഭിക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു അനാറ്റമിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത്രയും ഡെപ്തിൽ തന്നെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. അപ്പൊ അത്രയും ഡെപ്തിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. മെംബ്രെയിൻ കവറിംഗ് ദ അപ്പെക്സ് ഓഫ് ലങ്സ്, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കാനുണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ അനാറ്റമിയിൽ തന്നെ ഫേഷ്യയിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാലും ഈ ഫേഷ്യയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. മിക്ക ക്വസ്റ്റ്യൻസും റെപ്പറ്റീഷൻ ആയിട്ട് സ്ഥിരമായിട്ട് വരാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും ഇതിനു മുന്നേ 2024 മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നത് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസത്തിലാണ് പിന്നെയും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് സിപ്സൺസ് ഫേഷ്യ, സ്കാർപാസ് ഫേഷ്യ, വാൽഡയോസ് ഫേഷ്യ, ക്യാമ്പേഴ്സ് ഫേഷ്യ. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? അപ്പെക്സ് ഓഫ് ലങ്ങിനെ കവർ ചെയ്യുന്ന മെംബ്രെയിനാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ശരിക്കും സിപ്സൺസ് ഫേഷ്യ ആണ്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷനും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അനാറ്റമി പഠിക്കുമ്പോൾ നമ്മൾ വിത്ത് പിക്ചർ ആയിരിക്കും പഠിക്കുക. ഇപ്പോഴത്തെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ചേഞ്ച് ആയത് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറെ കാണാതെ പഠിച്ചു എന്ന് വെച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൺസെപ്ച്വലി വിത്ത് പിക്ചേഴ്സ്, ഫ്ലോ ഡയഗ്രാം ഒക്കെ പഠിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് പഠിച്ച കാര്യം ഓർമ്മ വരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിക്ചേഴ്സിലൂടെ തന്നെയായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സിപ്സൺസ് ഫേഷ്യ എന്താണെന്നറിയോ? സുപ്രാ പ്ലൂറൽ മെംബ്രെയിനെയാണ് നമ്മൾ സിപ്സൺസ് ഫേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലങ്ങിന്റെ അപ്പെക്സിനെ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ലങ്ങിന്റെ അപ്പെക്സ് റീജിയൻ, ഇവിടെ അപ്പെക്സ് റീജിയനെ കവർ ചെയ്യുന്ന സുപ്രാ പ്ലൂറൽ മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സിപ്സൺസ് ഫേഷ്യ എന്ന് പറയുന്നത്. ഇനി മറക്കില്ലല്ലോ. അപ്പൊ സിപ്സൺസ് ഫേഷ്യ എന്ന് പറയുന്നത് നമുക്ക് പ്ലൂറയാണ് കവർ ചെയ്യുന്ന മെംബ്രെയിൻ എന്നറിയാം അല്ലെ. ലങ്ങിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും മുകളിൽ അപ്പെക്സ് ഓഫ് ലങ്ങിനെ കവർ ചെയ്യുന്നത് ഫേഷ്യൻ എന്താ പറയാ? സിപ്സൺസ് ഫേഷ്യയാണ്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്കിപ്പോ നോക്കിയേ വേറെ ഓപ്ഷനിൽ കുറെ ഫേഷ്യ ഉണ്ട് അല്ലെ. സ്കാർപാസ് വന്നിട്ടുണ്ട്, വാൽഡേഴ്സ് ഉണ്ട്, ക്യാമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താ നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് ക്യാമ്പേഴ്സ് ഫേഷ്യയും സ്കാർപാസ് ഫേഷ്യയും. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ ഓപ്ഷനിലുണ്ട് അല്ലെ. സ്കാർപ്പയും ഉണ്ട്, ഈ സ്കാർപാസ് ഫേഷ്യയുണ്ട്, അതുപോലെ തന്നെ സ്കാർപാസും ഉണ്ട്, ക്യാമ്പേഴ്സും ഉണ്ട്. ഇത് രണ്ടും എന്താണെന്നറിയോ? ഇത് രണ്ടും വരുന്നത് അബ്ഡോമിനൽ വോളുമായിട്ട് ബന്ധപ്പെട്ടിയാ. അപ്പൊ സിപ്സൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്ങുമായി ബന്ധപ്പെട്ട് പ്ലൂറയിലെ സുപ്രാ പ്ലൂറൽ മെംബ്രെയിനാ പറയുന്നത്. പക്ഷെ സ്കാർപ്പയും ക്യാമ്പറും ഇത് രണ്ടും എവിടെയാണ്? അബ്ഡോമിനൽ വോളുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫേഷ്യയും എന്ന് പറഞ്ഞാൽ ആന്റീരിയർ അബ്ഡോമിനൽ വാളിൽ വരുന്ന ഫേഷ്യയാണ് കാമ്പറും അതുപോലെ സ്കാർപേഴ്സ് ഫേഷ്യയും. അപ്പൊ ഇത് രണ്ടും എവിടെയാ വരുന്നത്? ആന്റീരിയർ അബ്ഡോമിനൽ വാളിലാ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഫേഷ്യ കണ്ടു, വാൽഡയോസ് ഫേഷ്യ അല്ലെ. വാൽഡയോസ് ഫേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വാൽഡയോസ് ഫേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് റെക്ടോസെയ്ക്രൽ, അതായത് റെക്റ്റത്തിനും സെയ്ക്രത്തിനും ഇടയിൽ വരുന്ന ഒരു ഫേഷ്യയാണ് നമ്മൾ വാൽഡയോസ് ഫേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഒരു എക്സാമിന് വരിക വാൽഡയോസ് ഫേഷ്യയെ പറ്റിയായിരിക്കും. അതെന്താണ്? റെക്റ്റത്തിനും അതുപോലെ നമ്മൾ ആ ഒരു അനാറ്റമി പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. റെക്റ്റത്തിനും സേക്രത്തിനും ഇടയിലായിട്ട് വരുന്നതാണ് വാൽഡയോസ് ഫേഷ്യ. അപ്പൊ ഇനി വേറൊരു ഫേഷ്യയും നമുക്ക് ഒരു എക്സ്ട്രാ പഠിച്ചു വെക്കാം, ഡെനൺവില്ലിയേഴ്സ് ഫേഷ്യ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം പഠിച്ചാൽ പോരാ, ഓരോ ഓപ്ഷനും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വേണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ അനാറ്റമി പഠിച്ചു വരുമ്പോൾ ഈ ഒരു ബന്ധപ്പെട്ട ഏരിയ വരുമ്പോൾ നമ്മൾ അത് കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പൊ ഡെനൺവില്ലിയേഴ്സ് ഫേഷ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലാണെന്നറിയോ? നമ്മുടെ റെക്റ്റവും അതുപോലെ ജെനൈറ്റൽ ഏരിയ, അതായത് സെമിനൽ വെസൈക്കിളിന്റെയും ഇടയ്ക്ക് വരുന്നതാണ് ഡെനൺവില്ലിയേഴ്സ് ഫേഷ്യ. വാൽഡെയർ എന്ന് പറഞ്ഞാൽ റെക്റ്റവും സേക്രത്തിന്റെ ഇടയിൽ വരുന്നതും, ഡെനൺവില്ലിയേഴ്സ് ഫേഷ്യ എന്ന് പറഞ്ഞാൽ റെക്റ്റവും ജെനൈറ്റൽ ഏരിയ സെമിനൽ വെസൈക്കിളിന്റെ ഇടയിൽ വരുന്നതായിരിക്കും.
ഓക്കെ, അപ്പൊ നമ്മള് ഫേഷ്യ ഒരു നമ്മുടെ അപെക്സ് ഓഫ് ലങ്ങിനെ കവർ ചെയ്യുന്നത് സിബ്സൺസ് ഫേഷ്യ എന്ന് പറഞ്ഞു, അതാണ് സുപ്രാ പ്ലൂറൽ മെംബ്രെയിൻ. പിന്നെ സ്കാർപാസ് ഫേഷ്യയും ക്യാമ്പേഴ്സ് ഫേഷ്യയും പഠിച്ചു, അത് എവിടെയാ വരുന്നത്? ഇത് രണ്ടും നമ്മുടെ ആന്റീരിയർ അബ്ഡോമിനൽ വാളിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ വാൽഡയേഴ്സ് ഫേഷ്യ പറഞ്ഞു അല്ലെ, റെക്ടത്തിന്റെയും സേക്രത്തിന്റെ ഇടയിൽ. പിന്നെ എക്സ്ട്രാ നമ്മൾ ഒരു ഡെനൻവില്ലേഴ്സ് ഫേഷ്യ പറഞ്ഞു, റെക്ടത്തിനും ജെനൈറ്റൽ ഏരിയയിലും ഇടയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതാ നമ്മുടെ ഡെനൻവില്ലേഴ്സ് ഫേഷ്യ എവിടെയാന്ന് കണ്ടോ? നമ്മുടെ റെക്ടത്തിനും ജെനൈറ്റൽ ഏരിയയ്ക്കും ഇടയിലായിട്ട് ഇവിടെ വരുന്ന ഫേഷ്യയാണ് കേട്ടോ. നമ്മുടെ വാൽഡയേഴ്സ് ഫേഷ്യ ഇതാ, അപ്പൊ ഡെനൻവില്ലേഴ്സ് ഈ ഫ്രണ്ടിൽ വരുന്നതാണ്. ഇവിടെ നോക്കിയ വാൽഡയേഴ്സ് ഫേഷ്യ കണ്ടോ? റെക്ടത്തിനും അതുപോലെ സേക്രത്തിനും ഇടയിൽ. അപ്പൊ റെക്ടത്തിന്റെ രണ്ട് സൈഡിലായിട്ട് വരുന്നുണ്ട്. ഡെനൻവില്ലേഴ്സ് ഫേഷ്യയും വരുന്നുണ്ട്, വാൽഡയേഴ്സ് ഫേഷ്യയും വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഡെനൻവില്ലേഴ്സ് ഫേഷ്യ എവിടെയാണ്? റെക്ടത്തിനും ജെനൈറ്റലിനും ഇടയിലായിട്ട് ദാ വരുന്നു, റെക്ടത്തിനും ജെനൈറ്റലിനും. അതുപോലെ റെക്ടത്തിനും സേക്രത്തിനും ഇടയിലായിട്ട് വാൽഡയേഴ്സ് ഫേഷ്യ. അപ്പൊ നമ്മൾ അനാറ്റമി കംപ്ലീറ്റ് ആയിട്ട് പിക്ചേഴ്സിലൂടെ ആയിരിക്കും കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഓരോ പിക്ചേഴ്സും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക്, കാരണം കൺസെപ്ച്വൽ വൈസ് പഠിച്ചാൽ മാത്രമേ ഇനി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണല്ലേ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി കർവ്സ് ഓഫ് വെർട്ടിബ്രൽ കോളം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, വെർട്ടിബ്രൽ കോളത്തിന് കർവുകൾ ഉണ്ടെന്ന് അറിയാം അല്ലെ. ആ കർവുകൾ പ്രൈമറി കർവും ഉണ്ട്, സെക്കൻഡറി കർവും. പ്രൈമറി കർവും ഉണ്ട്, പിന്നെ അഡൾട്ടിലൊക്കെ വരുന്ന സെക്കൻഡറി കർവുകളും ഉണ്ട് വെർട്ടിബ്രൽ കോളത്തില്. ഓക്കെ, അപ്പൊ ഇപ്പൊ ചോദിച്ചേക്കുന്നത് പ്രൈമറി കർവ് ഏതാണെന്നാണ്. ഏതൊക്കെയാണ് പ്രൈമറി കർവ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ആൻസർ വരുന്നത് തൊറാസിക് ആൻഡ് പെൽവിക്, അല്ലെങ്കിൽ നമ്മൾ തൊറാസിക്കും അതുപോലെ സേക്രൽ എന്നും പറയും പ്രൈമറി കർവ്. ഓക്കെ, അപ്പൊ ഈ വെർട്ടിബ്രൽ കോളത്തിന് നോക്കിയേ, അതിന് എത്ര കർവ് ഉണ്ട്? നാച്ചുറലി 4 കർവ്സ് ഉണ്ട്. കണ്ടോ? ഇതാ നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഒരു വളവ് വരുന്നു, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വളവ് വരുന്നു, പിന്നെ ഇവിടെ വളവ് വരുന്നു. അപ്പൊ മൊത്തം എത്ര കർവ് വരുന്നുണ്ട്? 4 കർവ് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഏതൊക്കെയാണ്? യെസ്, ഒന്ന് സെർവൈക്കൽ. ഓക്കെ, അടുത്തത് തൊറാസിക്. നമ്മൾ വെർട്ടിബ്രൽ കോളം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അടുത്തത് ലംബാർ വരുന്നുണ്ട്, പിന്നെ സേക്രൽ വരുന്നുണ്ട്. ഇങ്ങനെ എത്ര കർവ്സ് വരുന്നുണ്ട്? 4 നാച്ചുറൽ കർവ്സ് ഉണ്ട്. ഇതിൽ 2 പ്രൈമറി ആണ്, അതുപോലെ 2 സെക്കൻഡറിയുമാണ്. ഓക്കെ, പ്രൈമറി കർവ്സും ഉണ്ട്, അതുപോലെ സെക്കൻഡറി കർവ്സും ഉണ്ട്. ഓക്കെ ആണോ? അപ്പൊ പ്രൈമറി കർവുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് തൊറാസിക്കും അതുപോലെ സേക്രലുമാണ് പ്രൈമറി വരുന്നത്. അതുപോലെ സെക്കൻഡറി വരുന്നത് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് സെർവിക്കലും പിന്നെ ഒന്ന് ലംബാറുമാണ് സെക്കൻഡറി വരുന്നത്. ഓക്കെ, പ്രൈമറി കർവുകൾ എന്ന് പറയുന്നത് തൊറാസിക്കും അതുപോലെ ഏതാണ് സേക്രലുമാണ് പ്രൈമറി കർവുകളും. സെക്കൻഡറി എന്ന് പറയുന്നത് സെർവൈക്കലും ലംബാറും. ഓക്കെ, അപ്പൊ ഈ പ്രൈമറി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, പ്രൈമറി എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാവുന്നതാണ് അല്ലെ പ്രൈമറി, പിന്നെ ഉണ്ടാവുന്നതാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയും. അപ്പൊ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീറ്റൽ ഡെവലപ്മെന്റിന്റെ സമയത്തൊക്കെ ഉണ്ടാവുന്ന കർവാണ്. ഇനി അതിനുശേഷം ആഫ്റ്റർ ഡെലിവറി ഒക്കെ ഉണ്ടാവുന്ന കർവിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഈ സെക്കൻഡറി കർവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ തൊറാസിക്കും സേക്രൽ, അപ്പൊ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ വരുമ്പോഴത്തേക്ക് തൊറാസിക്കും പെൽവിക് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് വെർട്ടിബ്രൽ. ഇപ്പൊ സെർവൈക്കലിനെ നമ്മൾ പറയുന്നു ലോഡോസിസ് എന്ന് പറയും, തൊറാസിക്കിനെ കൈഫോസിസ് എന്ന് പറയും, സെർവൈക്കലിനെ ലോഡോസിസ്, നമ്മുടെ സേക്രലിനെയും കൈഫോസിസ് എന്ന് പറയും. അപ്പൊ നോർമലി 4 കർവ് ഉണ്ട്, അതിൽ 2 ഫീറ്റൽ ഡെവലപ്മെന്റ് സമയത്ത് വരുന്നതാണ്. അതിനെ നമ്മൾ പ്രൈമറി കർവച്ചർ എന്ന് പറയുന്നു. ഇനി നമ്മുടെ ആഫ്റ്റർ ഡെലിവറി ഒക്കെ വരുന്നതിന് സെക്കൻഡറി എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ ഏതാ വരിക? തൊറാസിക്കും പെൽവിക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തൊറാസിക്കും സേക്രൽ എന്നും പറയാം, അല്ലെങ്കിൽ അവിടെ തൊറാസിക്കും പെൽവിക് എന്നും പറയാം. ഓക്കെ ആണോ? യെസ്, 2 കർവ്സ് ഉണ്ട്, പ്രൈമറി കർവ്സും സെക്കൻഡറി കർവ്സും. പ്രൈമറി കർവ്സ് ഫീറ്റൽ ഡെവലപ്മെന്റിന്റെ സമയത്ത് വരുന്നു, അത് മറ്റത് ആഫ്റ്റർ ബർത്ത് കുറെ നാൾ കഴിഞ്ഞ് വരുന്നത്. ഓക്കെ, തൊറാസിക്കും സേക്രലും പ്രൈമറിയും, സെക്കൻഡറി സെർവിക്കലും ലംബാറുമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് വീനസ് ഡ്രെയിനേജ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്ന കാര്യമാണ്. വീനസ് ഡ്രെയിനേജ് ഓഫ് ഹാർട്ട് ഈസ് ഇൻ ടു റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, പൾമിനറി ആർട്ടറി ആൻഡ് പൾമിനറി വെയിൻ. വീനസ് ഡ്രെയിൻ, ഹാർട്ടിന്റെ വീനസ് ഡ്രെയിനേജ് എങ്ങോട്ടാണ് പോകുന്നത്? റൈറ്റ് ഏട്രിയത്തിലോട്ടാണോ, ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടാണോ,
പൾമിനറി ആർട്ടറിയിലോട്ടാണോ, പൾമിനറി വെയിനിലോട്ടാണോ? വീനസ് ഡ്രെയിനേജ് പോകുന്നത് എങ്ങോട്ടാ? നമ്മുടെ സുപ്പീരിയർ വെയിനക്കേവിയം, ഇൻഫീരിയർ വെയിനക്കേവിയം എല്ലാം കൂടെ പോകുന്നത് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ടാണ് അല്ലെ. നമ്മൾ ഹാർട്ടിന്റെ കാർഡിയോവാസ്കുലർ സിസ്റ്റം പഠിക്കുമ്പോൾ വിത്ത് പിക്ചർ വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കും. ഓക്കെ, അനാറ്റമിയിൽ നിന്ന് വളരെ ഡെപ്തിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അനാറ്റമിയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറവാ, കുറച്ച് ഡെപ്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് സൂപ്പർഫിഷ്യലി പഠിച്ചിട്ടൊന്നും കാര്യമില്ല. കുറച്ച് അത് ഡെപ്തിലോട്ട് ഇറങ്ങി കുറേ നോട്ട്സ് പഠിച്ചാൽ നമ്മുടെ മനസ്സിലിരിക്കില്ല. അപ്പൊ നമ്മൾ പിക്ചർ വെച്ച് കണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. ബാക്കി നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ കംപ്ലീറ്റ് വരുന്നത് നമ്മുടെ സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ കെ പാർക്ക് ആണ് റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് വരുന്നത്. അനാറ്റമി കൂടാതെ വരുന്നത് കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്കറിയാം. ക്വസ്റ്റ്യൻസ് കറക്റ്റ് കെ പാർക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കെ പാർക്ക് ടെക്സ്റ്റിൽ നിന്ന് വരുന്നത്. അപ്പൊ കെ പാർക്ക് ടെക്സ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, റൈറ്റ് ഏട്രിയത്തിലോട്ടാണ് നമ്മുടെ സുപ്പീരിയർ വെയിനക്കേവിയം, ഇൻഫീരിയർ വെയിനക്കേവിയം വരുന്നത് അല്ലെ. അപ്പൊ എവിടെയാണ് വീനസ് ഡ്രെയിനേജ് ഓഫ് ദ ഹാർട്ട് വരുന്ന സ്ഥലം എവിടെയാ നോക്കിയേ? യെസ്, ഇറ്റ്സ് റൈറ്റ് ഏട്രിയം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഫിങ്ചർ ഓഫ് ഓഡി. സ്ഫിങ്ചർ ഓഫ് ഓഡി എവിടെയാ കാണുന്നത്? സ്ഫിങ്ചർ ഓഫ് ഓഡി ഈസ് സീൻ ഇൻ ഓപ്ഷൻ എ സിസ്റ്റിക് ഡക്ട്, ഓപ്ഷൻ ബി പാൻക്രിയാറ്റിക് ഡക്ട്, ഓപ്ഷൻ സി ഡുവോഡിനം, ഓപ്ഷൻ ഡി ജെജുനം. എവിടെയാണ് നമ്മുടെ സ്ഫിങ്ചർ ഓഫ് ഓഡി കാണുന്നത്? യെസ്, നമ്മുടെ GIT ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കും. യെസ്, ആൻസർ ഏതാണ്? അത് ഡുവോഡിനം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അവിടെ നോക്കിയേ, സ്ഫിങ്ചർ ഓഫ് ഓഡി കണ്ടോ? സ്ഫിങ്ചർ ഓഫ് ഓഡി എവിടെയാ നോക്കിയേ? നമ്മുടെ സി ഷേപ്ഡ് ഡുവോഡിനം അവിടെയുണ്ട് നമ്മുടെ സ്ഫിങ്ചർ ഓഫ് ഓഡി ഉണ്ട്, ഉണ്ടോ? യെസ്, സ്ഫിങ്ചർ ഓഫ് ഓഡി ഉണ്ട്. ആ പിക്ചർ കണ്ടോ? സ്ഫിങ്ചർ ഓഫ് ഓഡി നമ്മുടെ സി ഷേപ്ഡ് ഡുവോഡിനത്തിന്റെ പാർട്ടിന്റെ അവിടെയാണ് ഈ ഒരു സ്ഫിങ്ചർ വരുന്നത്. അപ്പൊ സ്ഫിങ്ചർ ഓഫ് ഓഡി എവിടെയാ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? യെസ്, ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ ഡുവോഡിനം. ഡുവോഡിനം അറിയാലോ, ഡുവോഡിനം, ജെജുനം, ഇലിയം നമ്മുടെ സ്മോൾ ഇന്റസ്റ്റൈന്റെ പാർട്സ് ആണ്. സ്മോൾ ഇന്റസ്റ്റൈന്റെ ഫസ്റ്റ് പാർട്ടാണ് ഡുവോഡിനം. അവിടെയാണ് ഈ സ്ഫിങ്ചർ ഓഫ് ഓഡി ഉള്ളത്. എന്താണ് ഈ സ്ഫിങ്ചർ ഓഫ് ഓഡിയുടെ മറ്റൊരു പേര് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ചോദിച്ചാലോ, എന്താണ്? ഗ്ലിസൺ സ്ഫിങ്ചർ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ്? യെസ്, ഇറ്റ്സ് ഗ്ലിസൺ സ്ഫിങ്ചർ. ഓക്കെ, ഈ എന്താണെന്ന് അറിയോ? ഈ സ്ഫിങ്ചർ എന്ന് പറയുന്നത് ഒരു മസ്കുലാർ വാൽവ് ആണ് കേട്ടോ. ഇത് ഫ്ലൂ നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും എല്ലാം ഡുവോഡിനത്തോട്ട് വരുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവ് ആണ്. ഓക്കെ, നമ്മുടെ ഡുവോഡിനത്തിലുള്ള ഒരു സ്ഫിങ്ചർ ആണിത്. ഈ സ്ഫിങ്ചർ എന്താ? ഇതൊരു മസ്കുലാർ വാൽവ് ആണ്. ഇത് നമ്മുടെ ഡുവോഡിനത്തിലോട്ട് പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും വരുന്നത് അതിന്റെ ഫ്ലോയിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. ഇതിന്റെ മറ്റൊരു പേര് എന്താണ്? ഗ്ലിസൺ സ്ഫിങ്ചർ എന്നാണ്. ഓക്കെ, ഇനി വേറൊരു സംഭവം ഉണ്ട്. അപ്പൊ അത് നമുക്ക് ചോദിച്ചാലോ, ആംപിൾ ഓഫ് വേറ്റർ. ഓക്കെ, ആംപിൾ ഓഫ് വേറ്റർ പഠിച്ചു വെക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാറ്റിക് ഡക്റ്റിനെയും ബൈൽ ഡക്റ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് ക്യാവിറ്റി ആണ് പാൻക്രിയാറ്റിക് ഡക്റ്റ്, ബൈൽ ഡക്റ്റ്. ഇതിനെ രണ്ടിനെ ഇത് കണ്ടോ? ഇത് പാൻക്രിയാറ്റിക് ഡക്റ്റ് ആണ്, ഇത് പാൻക്രിയാറ്റിക് ഡക്റ്റ് ആണ്. പാൻക്രിയാസ് ഇതാണെന്ന് അറിയാലോ, നമ്മുടെ ലീഫ് ഷേപ്പ് ഇരിക്കുന്ന പാൻക്രിയാസ്. ഇത് പാൻക്രിയാസിനകത്തുള്ള പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഇത് നോക്കിയേ, ഇത് നമ്മുടെ ബൈൽ ഡക്റ്റ്. ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു ഫ്ലാസ്ക് ഷേപ്പ് ക്യാവിറ്റി ആണ് ആര്? ആംപുല്ല ഓഫ് വേറ്റർ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇവിടെ കൂടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സ്ഫിങ്ചർ ഓഫ് ഓഡി ചോദിക്കുമ്പോൾ മാറിപ്പോരുത്. എവിടെയാണത്? മറക്കില്ലല്ലോ. ഇനി നമ്മൾ ഡുവോഡിനത്തിലാണെന്നുള്ളത് കണ്ടു. അപ്പൊ ഡുവോഡിനത്തിലാണ് അതുള്ളത്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ മറ്റൊരു പേര് നമ്മൾ പഠിച്ചു, ഗ്ലിസൺ സ്ഫിങ്ചർ എന്നാണ് അതിന്റെ മറ്റൊരു പേര്. അത് എന്തിനാ സഹായിക്കുന്നത്? ഡുവോഡിനത്തിലോട്ട് പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും വരുന്ന ഫ്ലോ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇനി ആംപിൾ ഓഫ് വേറ്റർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പാൻക്രിയാറ്റിക് ഡക്റ്റും ബൈൽ ഡക്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ക്യാവിറ്റീനെയാണ് നമ്മൾ ആംപിൾ ഓഫ് വേറ്റർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, amount of air remaining in the air passages and alveoli at the end of quiet expiration. എന്താണ്? നമ്മൾ ഒരു ക്വയറ്റ് എക്സ്പിറേഷന് ശേഷം എത്ര എയർ പാസേജിലും ആൽവിയോളയിലും റിമെയിൻ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് വരും. അപ്പൊ നമുക്കൊരു ടേബിൾ പഠിക്കാനുണ്ട്. അപ്പൊ ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ആൻസർ വരുന്ന ഏതാണ്? ഒരു ക്വയറ്റ് എക്സ്പിറേഷൻ. സാധാരണയായിട്ട് ഒരു എക്സ്പിറേഷന് ശേഷം എത്രത്തോളം എയർ അവിടെ റിമെയിൻ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ ആദ്യം തന്നെ ഇത് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ ഈ ലങ് വോളിയം, ലങ് കപ്പാസിറ്റിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാലും ഒന്ന് ഓടിച്ചു നോക്കാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ ഇതിന് മുന്നേ ഉള്ളത്
ഇതൊക്കെയാണല്ലോ. അപ്പൊ നമുക്ക് എന്താണ് ഈ ടൈഡൽ വോളിയം, TV എന്ന് ചോദിക്കാം. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ ഓരോ ശ്വാസത്തിലും നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് വലിക്കുമ്പോഴും ഇൻഹെയിൽ ചെയ്യാൻ അറിയാല്ലേ. ഇൻഹെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലോട്ട് ശ്വാസം വലിക്കുന്നു, എക്സ്ഹെയിൽ പുറത്തോട്ട് വിടുന്നു. അപ്പൊ എത്രത്തോളം വോളിയം, എത്ര വോളിയം ഓഫ് എയർ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്, എക്സ്ഹെയിൽ ചെയ്യുന്നുണ്ട്, അത് എത്രയാണെന്നറിയോ? 500 ml ആണ്. ഓക്കെ, അത് വേരി ചെയ്യും, ഓരോ അസുഖങ്ങൾ വരുമ്പോൾ അത് വേരി ചെയ്യും. അതിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളൊരു ഇൻസ്പിറേഷൻ, ഒരു നോർമലി നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് വലിച്ചു, നമ്മൾ ഇങ്ങനെ വലിക്കും, നമ്മൾ മാക്സിമം ഇങ്ങനെ നോർമൽ ഇൻഹലേഷനിൽ വലിക്കുമ്പോൾ എത്ര എയർ നമുക്ക് മാക്സിമം ഉള്ളിലോട്ട് കയറ്റാം, അതാണ് നമ്മൾ ഒരു ഇൻസ്പിറേഷൻ നടത്തുമ്പോൾ. ഇൻസ്പിറേഷൻ മീൻസ് ഇൻഹലേഷൻ അല്ലെ, ഉള്ളിലോട്ട് ശ്വാസം ഉള്ളിലോട്ട് വലിക്കുമ്പോൾ എത്രത്തോളം എയർ നമുക്ക് മാക്സിമം അങ്ങ് ഉള്ളിലോട്ട് വലിച്ച് കയറ്റാൻ പറ്റും എന്നറിയോ? 3000 ml ആണ്. ഓക്കെ, 3000 ml ആണ്. അതാണ് IRV എന്ന് പറയുന്ന ഇൻസ്പിറേറ്ററി. അതിന്റെ വാല്യൂസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ TB എന്താണ്? ദ വോളിയം ഓഫ് എയർ ഇൻഹെയിൽഡ് ആൻഡ് എക്സെയിൽഡ് വിത്ത് ഈച്ച് ബ്രെത്ത്. IRV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹലേഷനിൽ നമ്മൾ നോർമൽ ഇൻഹലേഷൻ, ആ നോർമൽ എന്ന് പറയുന്ന ടേം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോർമൽ ഇൻഹലേഷനിൽ നമ്മൾ എത്ര എയർ മാക്സിമം ഇൻഹെയിൽ ചെയ്തു. ഇനി ERV എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നോർമൽ എക്സലേഷന് നമ്മൾ എത്ര എയർ മാക്സിമം പുറത്തോട്ട് കളഞ്ഞു, എത്രയാണ്? വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്. ടൈഡൽ വോളിയം എത്രയാണ് അതൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ. നിങ്ങൾ സ്റ്റഡി ടേബിളിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് വാല്യൂസ് ഒക്കെ. അപ്പൊ എക്സാം സമയത്ത് നമുക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ ഒരു ക്ലാസ് കാണുമ്പോൾ മാക്സിമം ലെക്ചർ നോട്ട്സ് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ TB 500 ml ആണ്. അതുപോലെ IRV എന്ന് പറയുന്നത് 3000 ml ആണ്. ERV അതായത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് 1100 ml ആണ്. ഇനി റെസിജ്വൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എക്സലേഷൻ ചെയ്തു കേട്ടോ, മാക്സിമം പുറത്തോട്ട് കളഞ്ഞു, എന്നാലും കുറച്ച് എയർ അവിടെ നിൽപ്പുണ്ടാവും. അതിന് എത്രയാണെന്നറിയോ? അതിനെയാണ് നമ്മൾ റെസിജ്വൽ വോളിയം. നമ്മൾ മാക്സിമം പുറത്ത് കളയാൻ ശ്രമിച്ചു, എന്നിട്ടും ബാക്കി നിൽക്കുന്നത് എത്രയാണെന്നറിയോ? അതാണ് റെസിജ്വൽ വോളിയം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലങ് വോളിയമുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് റെസിജ്വൽ വോളിയം. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റം ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇനി ലങ് കപ്പാസിറ്റി നോക്കിയാലോ? വൈറ്റൽ കപ്പാസിറ്റി ഉണ്ട്, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഉണ്ട്, ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി ഉണ്ട്, ടോട്ടൽ ലങ് കപ്പാസിറ്റി ഉണ്ട്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? ഒരു മാക്സിമം വോളിയം ഓഫ് എയർ എക്സെയിൽ ചെയ്തു, നമ്മളൊരു മാക്സിമം ഇൻസ്പിറേഷൻ ഉള്ളിലോട്ട് മാക്സിമം എയർ വലിച്ചു കയറ്റിയതിനു ശേഷം മാക്സിമം എത്ര പുറത്ത് കളയാൻ പറ്റും, മാക്സിമം വലിച്ചു കയറ്റുമ്പോൾ എത്ര ഉള്ളിലുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര TB നോർമലി കയറുന്നുണ്ട്, IRV കയറി അല്ലെ. IRV എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഇൻഹലേഷനിൽ കയറി. പിന്നെ എന്താണ്? മാക്സിമം എക്സെയിൽ ചെയ്യാൻ സാധിക്കുന്നത് എത്രയാണ്? ERV. ഇപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയതാ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി. നമ്മുടെ ലങ്ങിന്റെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണെന്നറിയോ? എത്രയാണ്? അതെ, 4600 ml അല്ലെ. ഒരു നോർമൽ എക്സലേഷനിൽ നമ്മൾ ERV കളയാൻ പറ്റും. ഓക്കെ, മാക്സിമം ഉള്ളിലോട്ട് വലിച്ചു കയറ്റിയിട്ട് മാക്സിമം എത്ര പുറത്ത് കളയാമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടേണ്ടി വരും അല്ലെ. ടൈഡൽ വോളിയം നോർമലി കയറുന്നത്, IRV നോർമൽ ഇൻഹലേഷനിൽ കയറി, നോർമലി പുറത്ത് വിടുന്ന ERV, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് വൈറ്റൽ കപ്പാസിറ്റി കിട്ടുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എത്രയായിരിക്കും? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അതെ, മാക്സിമം നമുക്ക് ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം നമുക്ക് എത്ര എയർ മാക്സിമം ഉള്ളിലോട്ട് കയറ്റാം? മാക്സിമം അതൊരു നോർമൽ എക്സ്പിറേഷന് ശേഷം അതൊരു നോക്കുകയാണെങ്കിൽ എത്ര വരും? നമുക്ക് IRV കയറ്റാം, അതുപോലെ TVയും കയറ്റാം. ഇത് രണ്ടും കൂട്ടണം. IRV പ്ലസ് TV ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴായിരിക്കും IC ഓർ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കിട്ടുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി ഓർ FRC. ഓക്കെ, FRC. ഓക്കെ, ഇതെല്ലാം ഒരുമിച്ച് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മളത് റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ ഇത് കുറച്ച് നല്ല ഡെപ്തിൽ തന്നെ പഠിക്കേണ്ടതാണ്. FRC എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം എത്ര വോളിയം ഓഫ് എയർ റിമെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എത്രയാണ് കിട്ടുക? നമ്മുടെ റെസിജ്വൽ വോളിയം ഉണ്ടല്ലേ അവിടെ, അതിന്റെ കൂടെ ERVയും കൂടെ അവിടെ നിപ്പുണ്ടാവും. ഇത് രണ്ടും കൂടെ വരെ നമ്മൾ വിത്ത് ചാർട്ട് ഒക്കെ ഉണ്ട്, വിത്ത് ഗ്രാഫുകൾ എന്തൊക്കെയുണ്ട്, ആ ഗ്രാഫ് എല്ലാം വെച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കാണാതെ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. FRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ERV പ്ലസ് RV ആണ്.
ഇനി നമ്മുടെ ടോട്ടൽ ഇപ്പൊ ലങ് കപ്പാസിറ്റികൾ കുറേ കപ്പാസിറ്റി പറഞ്ഞു അല്ലെ. ഇനി ടോട്ടൽ ഈ ലങ്ങിനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഏതൊക്കെയാണെന്നറിയോ? നമ്മുടെ ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിജ്വൽ വോളിയം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടുന്നത്. ഓക്കെ, അതാണ് എത്ര വോളിയം ഓഫ് എയർ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ മാക്സിമം ഇൻസ്പിറേഷൻ. ഈ സെയിം സെന്റൻസ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന അത് ഇമ്പോർട്ടന്റ് ആണ്. അത് കാണാതെ പഠിച്ചു വെക്കരുത്, മനസ്സിലാക്കി തന്നെ വെക്കുക. ഓക്കെ, അതുപോലെ അതിന്റെ നോർമൽ വാല്യൂസും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ്, നമ്മൾ എക്സ്പെക്റ്റഡ് ഏരിയ ആണ് ഇത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് ഏരിയ ആണ് നമ്മുടെ എക്സാമിന് കേട്ടോ. അപ്പൊ നമ്മൾ അത് വളരെ ഡെപ്തിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് നമ്മൾ ഓടിച്ചു പറഞ്ഞേ ഉള്ളൂ. ലങ് വോളിയമുകൾ ഏതൊക്കെയാണ്, ലങ് കപ്പാസിറ്റി ഏതാണ്, അതിന്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ അതിന്റെ നോർമൽ വാല്യൂ നോക്കി വെക്കുക. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം അതിന്റെ എല്ലാം അബ്രീവിയേഷൻ. എല്ലാവർക്കും അറിയാം JHIക്ക് വളരെ ഇമ്പോർട്ടന്റ്, കാരണം ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ് ഈ അബ്രീവിയേഷൻ ഏരിയാസ്. അബ്രീവിയേഷനിൽ നിന്ന് സ്ഥിരം ഒരു 2-3 ക്വസ്റ്റ്യൻ അബ്രീവിയേഷനിൽ നിന്ന് വരും. ഇമ്പോർട്ടന്റ് ഡേയ്സ് ടു റിമെമ്പർ, ഇതിൽ നിന്നെല്ലാം സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പൊ അബ്രീവിയേഷൻ എന്തായാലും ചിലപ്പോൾ FRC എന്താന്ന് ചോദിക്കാം, BC എന്താന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും, അതുകൊണ്ട് അബ്രീവിയേഷനും പഠിച്ചു വെക്കുക. അടുത്തത്, the drugs that reduce itching are called antiemetics, antipruritus, analgesics, none of these. ഇതിൽ ഏതായിരിക്കാം വരുന്നത്? നമുക്കറിയാം എമിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, എമിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോമിറ്റിങ്ങിനെയാ പറയുന്നത് അല്ലെ. അപ്പോ വോമിറ്റിംഗ് തടയുന്നതിനെയാണ് ആന്റി എമിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൂറൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൂറൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇച്ചിങ് ആണ്. അപ്പൊ ആന്റി പ്രൂറൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഇച്ചിങ് റെഡ്യൂസ് ചെയ്യാനുള്ളത്. അപ്പൊ ആന്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഗെയിൻസ്റ്റ് ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ആന്റി എമിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വൊമിറ്റിംഗ്, നല്ല ഛർദിലുണ്ടെങ്കിൽ വൊമിറ്റിംഗ് തടയാനായിട്ട് നമ്മൾ ആന്റി എമിറ്റിക്സ് കൊടുക്കും. പ്രൂറൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇച്ചിങ്. അപ്പൊ ഇച്ചിങ് നമ്മൾ കുറയ്ക്കാനായിട്ട് എന്താ കൊടുക്കും? ആന്റി പ്രൂറൈറ്റിക് ഡ്രഗ്സ് കൊടുക്കും. അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ കില്ലറുകൾ. നല്ല വേദന ഉണ്ടെങ്കിൽ വേദന ഇല്ലാതിരിക്കാൻ നമ്മൾ അനാൽജസിക്സ് കൊടുക്കും. അപ്പൊ ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്നതാണ്. അപ്പൊ ആന്റി എമിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വൊമിറ്റിംഗ് തടയാനായിട്ട്. അപ്പൊ ഇനി അടുത്ത എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ഡ്രഗ്സ് ദാറ്റ് ഹെൽപ് ടു റെഡ്യൂസ് വൊമിറ്റിംഗ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? ആന്റി എമിറ്റിക്സ് ആയിരിക്കും. ഇനി ആന്റി പ്രൂറൈറ്റിസ് എന്താണ്? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് വരിക? അതെ, ഇവിടെ ആൻസർ വരുന്നത് ആന്റി പ്രൂറൈറ്റിസ് ആണ്. നമ്മുടെ പ്രിവെന്റീവ് മെഡിസിനിലുള്ളയാട്ടോ. ദ ഫസ്റ്റ് കേസ് ടു കം ടു ദ അറ്റൻഷൻ ഓഫ് ഇൻവെസ്റ്റിഗേറ്റർ. ഇത് നമ്മുടെ സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ കെ പാർക്കിലെ ഡയറക്റ്റ് അതേ സെന്റൻസ് തന്നെയാണ്. അത് അതേ സെന്റൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക. ക്വസ്റ്റ്യൻസ് ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും കെ പാർക്ക് ടെക്സ്റ്റിൽ അതേ സെന്റൻസ് ആയിരിക്കും. നമ്മൾ കെ പാർക്ക് ടെക്സ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പ്രൈമറി കേസ്, സെക്കൻഡറി കേസ്, ഇൻഡെക്സ് കേസ്, സസ്പെക്ട് കേസ്, ഈ ഒരു കേസും ഈ ഒരു ക്വസ്റ്റ്യനും വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ്? ഇൻഡെക്സ് കേസ് ആണ്. ഇൻവെസ്റ്റിഗേറ്ററിന്റെ അടുത്തോട്ട് അറ്റൻഷനിലോട്ട് വരുന്ന കേസ്, ഇതെല്ലാം കേസുകളാ. അപ്പൊ ഇൻവെസ്റ്റിഗേറ്ററിന്റെ അറ്റൻഷനിലോട്ട് ആദ്യം വരുന്ന കേസ് ഏതാണ്? ഇൻഡെക്സ് കേസ്. പ്രൈമറി കേസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു ആദ്യം ഉണ്ടായ ഒരു കേസാണ്. പ്രൈമറി കേസിൽ നിന്നുണ്ടായത് സെക്കൻഡറി കേസ്, സെക്കൻഡറി കേസിൽ നിന്നുണ്ടായത് ടേഴ്സറി. നമുക്കറിയാം അല്ലെ, പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. പക്ഷേ ഈ ഇൻവെസ്റ്റിഗേറ്ററിന്റെ അറ്റൻഷനിലോട്ട് വരുന്ന ആദ്യത്തെ കേസ് ഒരിക്കലും മറക്കില്ല, ഇൻഡെക്സ്. ഇൻവെസ്റ്റിഗേറ്റർ, ഇൻഡെക്സ് രണ്ടിലും ഇന്നുണ്ട്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഇൻവെസ്റ്റിഗേറ്ററിന്റെ അറ്റൻഷനിലോട്ട് ആദ്യം വരുന്ന കേസ് ഏതാണ്? ഇൻഡെക്സ് കേസ്. മറക്കില്ലല്ലോ. യെസ്. അടുത്ത ഞാൻ പറഞ്ഞില്ലേ അബ്രീവിയേഷൻസ് ചോദിക്കും എന്നുള്ളത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഒരു മിനിമം 2 അബ്രീവിയേഷൻസ് ചോദിക്കും കേട്ടോ. ഇപ്പൊ ചോദിച്ചേക്കുന്നത് എക്സ്പാൻഡ് ഡാലി, DALY. എന്താണ് ഡാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതെ, ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. ഇത് നമ്മൾ മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കും. കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസിൽ വരുന്നതാണ്. അതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് കെ പാർക്കില്. അപ്പൊ ഡാലിയുടെ എക്സ്പാൻഷൻ എന്താണ്? ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. മറക്കില്ലല്ലോ. ഓക്കെ, ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. ഇനി ഇതുപോലെ അടുത്ത ഒരു അബ്രീവിയേഷൻ ചോദിച്ചിട്ടുണ്ട്, കെയർ എന്ന് പറയുന്നത്. ഇതും നമ്മുടെ കെ പാർക്ക് ടെക്സ്റ്റിൽ ഉള്ളത് തന്നെയാണ്. എന്താണ് കെയറിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? അതെ, കോപ്പറേറ്റീവ് ഫോർ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് എവരിവെയർ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. കോപ്പറേറ്റീവ് ഫോർ, കണ്ടോ എന്ത് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് കേട്ടോ.
കോപ്പറേറ്റീവ് ഫോർ. അപ്പൊ ഞാൻ എപ്പോഴും പറയും JHI പഠിക്കുമ്പോൾ നമ്മൾ അബ്രീവിയേഷൻ നമ്മുടെ ബുക്കിന്റെ നിങ്ങളുടെ നമ്മുടെ എന്താണ് ലെക്ചർ നോട്ട് ഉണ്ടാക്കുന്ന ബുക്കിൽ ഒരു സൈഡിൽ നമ്മുടെ അബ്രീവിയേഷൻസ് എഴുതി വെക്കുക, ഒരു സൈഡിൽ ഇമ്പോർട്ടന്റ് ഡേയ്സ് ടു റിമെമ്പർ. ഡേയ്സിൽ നിന്നും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒരു ഡേയിനെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ തീം, ഓരോ ഡേയുടെ തീംസും ഒക്കെ നമ്മൾ പഠിക്കും. നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്തായാലും അപ്ഡേറ്റ് ചെയ്തു പോകുന്നതായിരിക്കും. അപ്പൊ കെയർ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഫോർ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് എവരിവെയർ എന്നുള്ളതാണ്. അതെ, അതൊരു നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ഏജൻസിയാണ് കേട്ടോ. അത് എമർജൻസി റിലീഫ് ലോങ് ടേം പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നു. 1945 കണ്ടുപിടിച്ച ഒരു നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു മാനുഷികമായിട്ടുള്ള ഒരു ഏജൻസിയാണ്, മാനുഷികപരമായുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് കെയർ എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പൺ വയൽ പോളിസി 2015. ഈ ഓപ്പൺ വയൽ പോളിസി എന്തിനാണ്? ഓപ്ഷൻസ് നോക്കാം. ടു പ്രിവെന്റ് ഹീറ്റ് ഡാമേജ്, ടു എൻഷുർ മാക്സിമം കവറേജ് ഓഫ് വാക്സിനേഷൻ, സ്ട്രാറ്റജി ടു പ്രിവെന്റ് വാക്സിൻ റിയാക്ഷൻ, ടു റെഡ്യൂസ് വാക്സിൻ വേസ്റ്റേജ്. എന്തിനാണ് ഈ ഓപ്പൺ വയൽ പോളിസി എന്ന് പറഞ്ഞത് വന്നത്? ഇത് നമ്മുടെ കെ പാർക്കിലുള്ളതാണ്. 2015 ഓപ്പൺ വയൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ് സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ ടെക്സ്റ്റില് നമ്മുടെ വാക്സിനേഷൻ ഒക്കെ പഠിക്കുമ്പോൾ, ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻ ഒക്കെ പഠിക്കും കേട്ടോ ഇത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണെന്നറിയോ? ടു റെഡ്യൂസ് വാക്സിന്റെ വേസ്റ്റേജ് തടയാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഇത്. 2015 സെപ്റ്റംബറിലാണ് റിവൈസ് ചെയ്തത് കേട്ടോ, ഈ വാക്സിൻ വേസ്റ്റ് ആവുന്നത് തടയാനായിട്ട്. അതില് എന്താ പറയുന്നത്? റിവൈസ്ഡ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ പാർഷ്യലി ഉപയോഗിച്ച മൾട്ടി ഡോസ് വാക്സിൻ ഒക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും 4 ആഴ്ച വരെ. അതിൽ ഏതൊക്കെ വാക്സിനുകളാണ് ഈ ഓപ്പൺ വയൽ പോളിസിയിൽ കവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ DPT കവർ ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. DPT, TT, ഹെപ്പറ്റൈറ്റിസ് ബി, ഓറിയൽ പോളിയോ വാക്സിൻ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി വാക്സിൻ, അതുപോലെ IPV അറിയാലോ അല്ലെ, ഇൻജക്റ്റഡ് ആയിട്ടുള്ള പോളിയോ. അപ്പൊ ഇൻജക്റ്റഡ് പോളിയോയും 2 പോളിയോ വാക്സിൻ വരും, DPT വരും, TT വരും, ഹെപ്പറ്റൈറ്റിസ് ബി വരും, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. അപ്പൊ ഈ വാക്സിനുകളൊക്കെയാണ് എന്താണ് ഓപ്പൺ വയൽ പോളിസി എന്ന് മനസ്സിലാക്കുക. അതായത് വാക്സിൻ വേസ്റ്റ് ആവുന്നത് തടയാൻ വേണ്ടിയുള്ളത്. നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച വാക്സിന് നമ്മൾ 4 ആഴ്ച വരെ ഏതൊക്കെ വാക്സിനുകൾ ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്, റീയൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. DPTയും TTയും OPV, IPV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, ഈ വാക്സിനുകളെല്ലാം ഓപ്പൺ വയൽ പോളിസിയിൽ വരുന്നതാണ്. ഇത് എന്തിനാണ്? 2015 റിവൈസ് ചെയ്തത്. വാക്സിൻ വേസ്റ്റ് ആവുന്നത് തടയാൻ വേണ്ടിയുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ് ഇസ് ഐസ്ബർഗ് ഓഫ് ദ ഡിസീസ്? ഇത് നമുക്ക് ടെക്സ്റ്റിലുള്ളതാണ്. ഹെൽത്ത് ഒക്കെ പഠിക്കും, ഡിസീസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വിത്ത് പിക്ചർ, ഈ ഒരു പിക്ചറും പഠിക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ ഐസ്ബർഗ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കേസായി ഒരു പേഷ്യന്റ് ഒരു അസുഖവുമായി വന്നാൽ പേഷ്യന്റിന്റെ കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, കാണാൻ പറ്റാത്തതായിട്ടുള്ള ലക്ഷണങ്ങളും ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഐസ്ബർഗ് എന്ന് പറയുന്നത്. ഫിസീഷ്യൻ സീസ് സിംറ്റമാറ്റിക് കേസസ് ആൻഡ് ഫിസീഷ്യൻ ഡസ് നോട്ട് സീസ് ദ പ്രീ സിംറ്റമാറ്റിക് കേസസ്. ഇവിടെ ആൻസർ ഇത് രണ്ടുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫിസീഷ്യൻ കാണുന്നത് ഭാഗം ഇതാ ഒരു ഐസ്ബർഗ് കിടക്കുകയാണ്. അപ്പൊ അതിൽ നമുക്കൊരു പുറമേയുള്ള കാര്യം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, കാണാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ പല ടെസ്റ്റുകളിലൂടെയും അല്ലെ പല കാര്യങ്ങൾ പറയുന്നതിലൂടെയും നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ലാബ് ടെസ്റ്റുകളും പല കാര്യങ്ങളും പിന്നെ എല്ലാ കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പൊ അങ്ങനെ ഫിസീഷ്യൻ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ, അതിനെയാണ് ഒരു അസുഖത്തിന്റെ ഐസ്ബർഗ് ഫിനോമിന എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക? ബോത്ത് A and B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന് റീസെന്റ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പൊ നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ഓരോ ടോപ്പിക്കിലും എത്രത്തോളം പഠിക്കണം, എത്രത്തോളം ഡെപ്തിൽ PSC മുന്നേ ചോദിച്ചിട്ടുണ്ട് എന്നൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. അപ്പൊ ഇതുപോലൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്